രാവിലെ 6:50 സീഷോർ ടെമ്പിൾ കാണാനായി പോകുന്നത്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴാണ് ശരിക്കും തോന്നുന്നത് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നെന്ന്. കാരണം കണ്ണ് തുറക്കാൻ വയ്യ. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉച്ചയ്ക്കുള്ള ചൂടിന് സമാനമാണ് ഈ ഒരു സമയത്ത്. തീരത്തോട് ചേർന്നുകൊണ്ടാണ് ഈ ഷോർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കോറമണ്ടൽ തീരത്തെ മാമല്ലപുരത്തെ മനോഹരമായ ആരാധനാലയങ്ങളുടെ സമുച്ചയത്തിലൊന്നാണ് ഈ തീരക്ഷേത്രം. മധ്യകാല ദക്ഷിണേന്ത്യൻ ക്ഷേത്രവാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ആദ്യകാല ഉദാഹരണമായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. കൂടാതെ ഇതിനു മുകളിലായി ഒരു കുപ്പോളയും ഫിനിയലും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ വളരെ വ്യത്യസ്തമായി നിർമ്മിച്ച ഈ ഒരു ആരാധനാലയത്തിന് ഒരു പിരമിഡൽ കൂടിന പോലുള്ള ഒരു ഗോപുരമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇവിടെ ഈ ടെമ്പിൾ കാണാനായി എത്തിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പക്ഷികളായിട്ട് കാണാനുള്ളത് കാക്കകളെയാണ് കേട്ടോ. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറംചുവരുകൾക്ക് മുകളിലായിട്ട് മൊത്തത്തിൽ നന്ദിയുടെ ശില്പങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വടക്കേ ഇന്ത്യൻ ശിഖരയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രൂപമാണ് ഷോർ ടെമ്പിളിൻ്റേത്. മാമല്ലപുരം സ്മാരകങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം 1984 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. മാർക്കോപോളോയും അദ്ദേഹത്തിനു ശേഷം ഏഷ്യയിലെത്തിയ യൂറോപ്യൻ വ്യാപാരികളും ഈ ഒരു സ്ഥലത്ത് 7 പഗോഡകൾ എന്ന് വിളിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. ഈ 7 പഗോഡകളിൽ ഒരു ക്ഷേത്രമാണ് ഷോർ ടെമ്പിൾ. കടൽ യാത്രക്കാർക്ക് ഒരു നാഴികക്കല്ലായി ഈ ഒരു ക്ഷേത്രം പ്രവർത്തിച്ചിരിക്കാം. ശിവനും ഭാര്യ ഉമയും അവരുടെ മകൻ സ്കന്ദനുമൊത്തുള്ള സോമസ്കന്ദ പാനലാണ് ഈ ഒരു ടെമ്പിളിനുള്ളിൽ കാണുന്നത്. 3 ക്ഷേത്രങ്ങളുടെ സംയോജനമാണ് ഈ ഒരു ക്ഷേത്രം. പ്രധാന ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചെറിയ ക്ഷേത്രവും അങ്ങനെ തന്നെ. രണ്ടിനുമിടയിലുള്ള ഒരു ചെറിയ മൂന്നാമത്തെ ക്ഷേത്രമുണ്ട്. അതാണ് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നത്. കനത്ത പുറം മതിലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം പ്രദക്ഷിണം വെക്കാൻ ഇടയ്ക്ക് ചെറിയ ഇടമുണ്ട്. പിന്നിൽ എതിർദിശകളിലേക്ക് അഭിമുഖമായി 2 ശ്രീകോവിലുകളുമുണ്ട്. ക്ഷേത്രമേൽക്കൂരകൾക്ക് പഞ്ചരഥങ്ങൾക്ക് സമാനമായ അലങ്കാരങ്ങളുണ്ട്. എന്നിരുന്നാലും കടലിനോട് ചേർന്നിരിക്കുന്നതിനാൽ തന്നെ ഉപ്പുവെള്ളം നിറഞ്ഞ കാറ്റ് കാരണം ഭാഗികമായി നശിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഷോർ ടെമ്പിൾ കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് പഞ്ചരഥങ്ങൾ കാണാനായിട്ടാണ്. അപ്പോൾ പഞ്ചരഥങ്ങൾ കാണാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു റോഡ് സൈഡിൽ ധാരാളം ശില്പങ്ങൾ വെക്കുന്ന കടകൾ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഇവിടെ എവിടെ നോക്കിയാലും ശില്പങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. പകൽ സമയത്ത് വലിയ തിരക്കൊന്നും കാണാനില്ല, രാത്രി സമയത്താണ് തിരക്ക്. അങ്ങനെ ഈ ശില്പങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അർജുന പെനൻസിന് സമാനമായ പാറയിൽ കൊത്തിയ ധാരാളം റിലീഫ് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് പഞ്ചരഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സുഹൃത്തുക്കളെ മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ. അപ്പോൾ ഈ പഞ്ചരഥങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറമണ്ടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരക സമുച്ചയമാണ്. ഇതിനിവിടെ ഐന്തിനായ് കോവിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏകശിലാരൂപത്തിലുള്ള ഇന്ത്യൻ പാറയിൽ കൊത്തിയ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണിത്. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെയും മകനായിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ്റെയും ഭരണകാലത്താണ് ഈ പഞ്ചരഥങ്ങൾ കൊത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഈ പഞ്ചരഥാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളാണ്. ഈ കാണുന്ന രഥത്തെ ദ്രൗപദി രഥം എന്നാണ് അറിയപ്പെടുന്നത്. നകുല സഹദേവ രഥത്തോട് ചേർന്നുകൊണ്ടാണ് ആനയുടെ ശില്പം നിൽക്കുന്നത്. ദ്രൗപദി രഥത്തോട് ചേർന്നുകൊണ്ടാണ് അർജുന രഥം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഒരു രഥമാണ് അർജുന രഥം. ഭീമന് സമർപ്പിച്ചിരിക്കുന്ന രഥമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഭീമരഥം എന്നറിയപ്പെടുന്നത്. നകുല സഹദേവ രഥത്തിൽ നിന്നും മാറിയാണ് ദ്രൗപദി രഥവും അർജുന രഥവും ഭീമരഥം കൂടാതെ ധർമ്മരാജരഥവും സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ധർമ്മരാജരഥം. മോണോലിത്ത് ഇന്ത്യൻ പാറയിൽ കൊത്തിയ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണിത്. മുഴുവൻ സമുച്ചയവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്.
നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ മരണശേഷം ഇത് പൂർത്തിയാകാത്തതിനാൽ ക്ഷേത്രം അപൂർണമായി കിടക്കുകയും സമർപ്പണം നടത്താതിരിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ധർമ്മരാജരഥവുമായി വലിയ സാമ്യമുള്ള രഥമാണ് അർജുന രഥ. ഇതിൽ ദ്വാരപാലകർ, വിഷ്ണു, ഋഷി, കാർത്തികേയൻ, നന്ദിയോടൊപ്പമുള്ള ശിവൻ, ഇന്ദ്രനെയെല്ലാം കൊത്തിയിരിക്കുന്നത് കാണാം. അർജുനരഥത്തോട് ചേർന്നുകൊണ്ട് ഒരു കാളയുടെ ശില്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. മഹാഭാരത ഇതിഹാസ കഥാപാത്രങ്ങളുമായി ഈ ശില്പഘടനകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ അറിയപ്പെടുന്നത് പഞ്ചരഥങ്ങൾ എന്നാണെന്ന് മാത്രം. ആനയും കാളയും സിംഹവും അടക്കം 3 മൃഗങ്ങളുടെ ശില്പങ്ങളാണ് ഇവിടെ കൊത്തിയിട്ടുള്ളത്. രണ്ടായിരത്തി സുനാമിയെ ഈ രഥങ്ങളെല്ലാം അതിജീവിച്ചത് ഏകശിലയിലെ നിർമ്മാണ രീതി കൊണ്ട് മാത്രമാണെന്ന് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മിക്ക രഥങ്ങളും പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ബുദ്ധവിഹാര ഗുഹകളുടെയും ചൈത്യങ്ങളുടെയും മാതൃകയിലാണെന്നും പറയാം.